വാർത്തകളെ തിരിച്ചുവരാം. ദുബൈ ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായ ഈ വർഷത്തെ ഇസ്ലാമിക വ്യക്തിത്വ പുരസ്കാരം ഈജിപ്ത് അൽഹസർ ഗ്രാൻഡ് ഇമാം ഡോക്ടർ അഹമ്മദ് അൽ ത്വയ്ബിന് സമ്മാനിച്ചു. വെള്ളിയാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് അവാർഡ് സമ്മാനിച്ചത്. വ്യക്തിപരമായ മികവിനല്ല, അൽഹസർ സർവകലാശാലയ്ക്കുള്ള അംഗീകാരമായാണ് അവാർഡിനെ കാണുന്നതെന്ന് ഡോക്ടർ അഹമ്മദ് അൽ ത്വയ്ബ് പറഞ്ഞു. നിരക്ഷരനായ പ്രവാചകന്റേതല്ല, ദൈവത്തിന്റെ വാക്കുകളാണ് ഖുർആൻ എന്നത് നിസ്സംശയമാണ്. ലോകമെങ്ങും വിവിധ ഭാഷകളിൽ നടക്കുന്ന നുണപ്രചാരണങ്ങൾ തടയാൻ ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ കമ്മിറ്റി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കുവൈത്ത് നഗരത്തെയും സുബിയ സിൽക്ക് സിറ്റിയെയും ബന്ധിപ്പിക്കുന്ന സുബിയ എക്സ്പ്രസ് വേ ഗതാഗത യോഗ്യമാക്കിയതായി ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ജഹറ മുതൽ സുബിയ വരെയുള്ള 32 കിലോമീറ്ററിൽ 3 പ്രധാന പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കുവൈത്തിന്റെ വടക്കൻ പ്രദേശമായ സുബിയയിൽ 2030 പണി പൂർത്തിയാകുമെന്ന് കരുതപ്പെടുന്ന സിൽക്ക് സിറ്റിയിലേക്കുള്ള പ്രധാന യാത്രാമാർഗമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. 3 ഘട്ടങ്ങളിലായി നടന്ന റോഡ് നിർമ്മാണത്തിൽ കുവൈത്ത് സിറ്റി മുതൽ ജഹറ വരെയുള്ള ഭാഗം ഇതിനോടകം ഗതാഗത യോഗ്യമായിരുന്നു. അവസാന ഘട്ടമായ ജഹറ മുതൽ സുബിയ വരെയുള്ള 32 കിലോമീറ്ററാണ് ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അതിവേഗ പാതയെ ബുബിയാൻ പാലവുമായി ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയായതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. കുവൈത്തിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നായ സിൽക്ക് സിറ്റിയിൽ 2.5 ലക്ഷത്തോളം കുടുംബങ്ങളെ അധിവസിപ്പിക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലമാകുമെന്ന് അവകാശപ്പെടുന്ന ഷെയ്ഖ് ജാബിർ ബ്രിഡ്ജും വന്നുചേരുന്നത് സുബിയ സിൽക്ക് സിറ്റിയിലാണ്. ഷുവൈക്ക് മുതൽ സുബിയ വരെ 37 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ജാബിർ പാലത്തിന്റെ 95% കടലിന് മുകളിലൂടെയായിരിക്കും. 5 വർഷത്തിനകം ഷെയ്ഖ് ജാബിർ ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. എക്സ്പ്രസ് വേ പൂർണ്ണമായും ഗതാഗതയോഗ്യമായതോടെ സുബിയ സിൽക്ക് സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. 18ാമത് ദുബൈ അന്താരാഷ്ട്ര ഖുർആൻ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. നൈജീരിയയിൽ നിന്നുള്ള സുലൈമാൻ അബ്ദുൽ കരീം ഈസ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മംസാർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് അസോസിയേഷനിൽ നടന്ന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുബൈയിൽ നടന്ന അന്താരാഷ്ട്ര ഖുർആൻ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. നൈജീരിയയിൽ നിന്നുള്ള സുലൈമാൻ അബ്ദുൽ കരീം ഈസയാണ് മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. സൗദിയിൽ നിന്നുള്ള മത്സരാർത്ഥി ഉമർ ഹുസൈൻ ബായിസ 2ാം സ്ഥാനവും യമനിൽ നിന്നുള്ള മുഹമ്മദ് ഖാലിദ് യാസീൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ദുബായ് ഡെപ്യൂട്ടി റൂളർ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ 78 മത്സരാർത്ഥികളും നിരവധി ഉന്നതോദ്യോഗസ്ഥരും പ്രമുഖരും പങ്കെടുക്കുവാനെത്തിയിരുന്നു. വിജയികൾക്കുള്ള സമ്മാനവും വേദിയിൽ തന്നെ വിതരണം ചെയ്തു. 1ാം സ്ഥാനക്കാരന് 2.5 ലക്ഷം ദിർഹവും 2ാം സ്ഥാനക്കാരന് 2 ലക്ഷവും 3ാം സ്ഥാനക്കാരന് 1.5 ലക്ഷം ദിർഹവുമാണ് സമ്മാനമായി ലഭിച്ചത്. മത്സരത്തിൽ ആദ്യ 8 പേരിൽ ഖത്തറിൽ നിന്നുള്ള അബ്ദുൽ അസീസ് അബ്ദുള്ള അൽ ഹംറി, കുവൈത്തിൽ നിന്നുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷുവൈ, ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് അംദദുള്ള താജുൽ ഇസ്ലാം, ലിബിയയിൽ നിന്നുള്ള അനീസ് അലി അൽ ഫദൽ, മൗറിത്താനിയയിൽ നിന്നുള്ള സാലിം അലി അംജദ്, അമേരിക്കയിൽ നിന്നുള്ള മുഹമ്മദ് ആരിഫ്, ബഹ്റൈനിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ അബ്ദുള്ള ഹസൻ എന്നിവരും ഉൾപ്പെടും. ഭംഗിയായി പാരായണം ചെയ്തവരുടെ ഗണത്തിൽ മൊറോക്കോയിൽ നിന്നുള്ള മുആദുദ്ദൈഖ്, താൻസാനിയക്കാരനായ അല്ലിമോ അലിമോ, സൗദിയിൽ നിന്നുള്ള ഉമർ ബായിസ, യമൻകാരനായ മുഹമ്മദ് ഖാലിദ്, ലെബനാനിൽ നിന്നുള്ള മുഹമ്മദ് അൽ ഫൈവൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ ഇസ്ലാമിക് പേഴ്സണാലിറ്റി അവാർഡ് നേടിയ ഡോക്ടർ അഹമ്മദ് അൽ ത്വയ്ബിനെയും സമ്മാനം നേടിയവരെയും ജഡ്ജിമാരെയും ചടങ്ങിൽ ആദരിച്ചു. ദുബൈയിലെ വിശ്വാസികൾക്ക് ഖുർആനിന്റെ ചൈതന്യം പകർന്നു നൽകിയാണ് 20 ദിവസം നീണ്ട 18ാമത് അന്താരാഷ്ട്ര ഖുർആൻ അവാർഡ് മത്സരം അവസാനിച്ചത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1 ദുബായ്. ഉമ്മുൽ ഖുവൈനിൽ റമദാനോടനുബന്ധിച്ച് ഇന്ത്യൻ അസോസിയേഷനും ആരോഗ്യ വിഭാഗവും ചേർന്ന് രക്തദാന ക്യാമ്പ് നടത്തി. റമദാൻ റിലീഫിന്റെ ഭാഗമായി നടത്തിയ ഏകദിന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ മനാലിന്റെ നേതൃത്വത്തിലുള്ള വൈദ്യസംഘം ഏർപ്പെടുത്തിയ സജ്ജീകരണങ്ങൾ ക്യാമ്പ് വിജയകരമാക്കുവാൻ സഹായിച്ചതായി സംഘാടകർ അറിയിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി സജ്ജാദ്, വൈസ് പ്രസിഡന്റ് ഷാനവാസ്, ഷനൂജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചൈനയിലുണ്ടായ വാഹനാപകടത്തിൽ 38 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ചൈനയിലാണ് അപകടം നടന്നത്. ബസ്സും വാനും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞയാഴ്ച ഇതേ സ്ഥലത്ത് നടന്ന അപകടത്തിൽ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ ബോയിങ്ങിൽ നിന്ന് 100 വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഖത്തർ എയർവേസ് കരാറിലെത്തി. $40 ബില്യൺ കരാർ ഒപ്പിട്ടത്. 100 ബോയിംഗ് വിമാനങ്ങൾ കൂടി വാങ്ങാൻ ബോയിംഗ് കമ്പനിയുമായി കരാറിലെത്തിയതായി ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽ ബാക്കിറാണ് അറിയിച്ചത്. ബോയിംഗ് X9 777 ഇനങ്ങളിൽപ്പെട്ട വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. $40 ബില്യൺ ഖത്തർ എയർവേസ് ഇതിനായി മുതലിറക്കുന്നത്. ബോയിംഗ് കമ്പനിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും വലിയ തുകയ്ക്കുള്ള കരാർ ലഭിക്കുന്നത്. വിമാന കമ്പനികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപാടുമാണിത്. കഴിഞ്ഞ വർഷം ദുബൈയിൽ വെച്ച് നടന്ന എക്സിബിഷനിൽ ബോയിങ്ങിൽ നിന്ന് തന്നെ 50 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഖത്തർ എയർവേസ് ഒപ്പുവെച്ചിരുന്നു.
2020 മുഴുവൻ വിമാനങ്ങളും കൈമാറാനാകുമെന്നാണ് ബോയിംഗ് മേധാവികൾ പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 ദോഹ. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില. Shamanur Gold #1. Believe in gold. Invest in gold. ഒരിടവേള.